ആട് 3 കണ്ടു. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കിടിലം പടം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ല. കാരണം ഈ പറയുന്ന ആട് 1 ആട് 2 ഇഷ്ടപ്പെട്ടവർക്കും മാത്രമേ ആട് 3 ഇഷ്ടപ്പെടൂ. അതിൽ ടൈം ലൈനിനെ കുറിച്ച് അത്യാവശ്യം അറിവുള്ള ആൾക്കാരും അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പടം എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടുത്തുള്ളൂ. ടൈം ലൈനിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ടൈം ലൈനിനെ കുറിച്ച് അങ്ങനെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ പടം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കൺഫ്യൂഷൻ ഉണ്ടാവാം. പിന്നെ ഈ പറയുന്ന ടൈം ലൈന്, റീഇൻകാർണേഷൻ, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ കൺഫ്യൂഷൻസ് വേറെ വരും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഈ പടത്തിലുണ്ട്. അതായത് നമ്മൾ കൂടുതൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ ലൂപ്പ് ഹോൾസ് കണ്ടെത്താൻ പറ്റും, നമുക്ക് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളും വരും. സോ എനിക്ക് പറയാനുള്ളത് ലോജിക്ക് അവിടെ മാറ്റി വെക്കുക. ടൈം ലൈൻ നടന്നു, ഓക്കെ നടക്കട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യാതിരിക്കുക. പകരം ഈ പറയുന്ന ലോജിക്ക് മാറ്റി വെച്ചിട്ട് ഒരു ഫൺ പടം, കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കാതെ ആടും 1 എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് ആ മീറ്ററിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം വർക്കാവും. ഇത് OTT കാണാൻ നിൽക്കരുത്. കാരണം OTT കാണാൻ കഴിഞ്ഞാൽ ഒരിക്കലും വർക്കാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പകരം തിയേറ്ററിൽ അത്യാവശ്യം എനർജി ഉള്ളൊരു ക്രൗഡ് കൂടെ പടം കാണാനെങ്കിൽ ഇഷ്ടപ്പെടും. കോമഡി നല്ല രീതിയിൽ എനിക്ക് വർക്കായിട്ടുണ്ട്. ഞാൻ കണ്ട തിയേറ്ററിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും കോമഡിയിൽ റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം കോമഡിയൊക്കെ ഉള്ളൊരു പടം തന്നെയാണ്, ബോർ അടിപ്പിക്കത്തില്ല. പടത്തിൻ്റെ അവിടെ ഇവിടെയായിട്ട് ചെറിയ ലാഗ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് വേൾഡ് ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു മിഡ് മുതലാണ് സ്റ്റോറി പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ നമുക്ക് കാണിച്ചു തരാണ് പ്രസൻറ്റ് എന്താണ് നടക്കുന്നത്, പാസ്റ്റിൽ എന്താണ് നടക്കുന്നത്, എന്താണ് അവരുടെ ആർക്ക് എങ്ങനെയാണ്, അതൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, പല ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ കഥയിലേക്ക് കടന്ന് ചെല്ലണം എന്നായിരിക്കും ആഗ്രഹം. പക്ഷേ അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും, കുറേ കാര്യങ്ങൾ മനസ്സിലാവാനുള്ള ചാൻസ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് പറയാണ്, ഈ ഒരു വേൾഡ് ബിൽഡിംഗ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം കൊടുത്തേ പറ്റത്തുള്ളൂ. സോ അത് പ്രോപ്പറായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു പടം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമഡി പടമായിരുന്നു. ശരിക്കും പടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തീരല്ലേ എന്ന് തോന്നിപ്പോയി. കാരണം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പടം. അതായത് അടുത്തത് എന്ത് സംഭവിക്കുമെന്നൊരു ക്യൂരിയോസിറ്റി നൽകിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് പടം അവസാനിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹൈ തന്നിട്ട്, ഇപ്പോൾ കൽക്കിയുടെ അതേ മീറ്ററിലാണ് പടം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ കൽക്കിയും ഇതേ പാറ്റേണിലാണ്. അതായത് പടം വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കാരണം അതിൻ്റെ വേൾഡ് ബിൽഡിംഗ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഹൈ മൊമെൻ്റ് വരുന്നത്, അതും പീക്ക് ഹൈ. എന്നിട്ട് അവിടെ കൊണ്ട് പടം നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് ഇത്. പക്ഷേ ഈ ഒരു പടം അത് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ മനസ്സിലാവാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഈ ഒരു വേൾഡ് ബിൽഡിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നടത്താതെ എല്ലാ കാര്യങ്ങളും ഒറ്റ പടത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകത്തുമില്ല. കുറേ കാര്യങ്ങൾ എന്താണെന്ന് ഡൗട്ട് അടിച്ചിട്ട് ആൾക്കാർ തന്നെ ഈ ഒരു പടം അവോയ്ഡ് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു പടം ഈ മീറ്ററിൽ എടുത്തതാണ് കറക്റ്റ്. മിഥുൻ മാനുവൽ തോമസ് കറക്റ്റ് ഡിസിഷനാണ് എടുത്തത്. ആൻഡ് ഹാറ്റ്സ് ഓഫ്, കാരണം ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് സ്റ്റോറി മുന്നോട്ട് കൊണ്ടുവന്നതിൽ അത്ര ഈസിയല്ല എക്സിക്യൂട്ട് ചെയ്യാനും, അതുമാത്രമല്ല ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കി എടുപ്പിക്കാനും. അപ്പോൾ അതിൽ നല്ലൊരു ശതമാനം വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മൂവി തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ, പടം വൻ വിജയമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതായാൽ മാത്രമേ എനിക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗം ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള റെസ്പോൺസ് പറയുന്നത് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ പോസിറ്റീവാണ്. ട്വിറ്ററിലാണെങ്കിൽ ഒരു മിക്സ്ഡ് റെസ്പോൺസാണ് കാണുന്നത്. അപ്പോൾ കറക്റ്റ് മീറ്ററിലുള്ള ഓഡിയൻസിലേക്ക് ഈ പടം പെട്ടെന്ന് തന്നെ എത്തിച്ചേരട്ടെ, പടം വൻ വിജയമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു പടത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആട് 1 ആയാലും ആട് 2 ആയാലും കഥാപാത്രങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രയോറിറ്റി. സ്റ്റോറി വീക്കാണ്, വലിയ സ്റ്റോറിയൊന്നുമല്ല, പക്ഷേ കഥാപാത്രങ്ങൾ ടോപ്പായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ആ വീക്ക് സ്റ്റോറി പോലും നമുക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആട് 3 വരുമ്പോൾ ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. സ്റ്റോറിയുടെ ക്വാളിറ്റി കൂട്ടുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടറിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം, സ്റ്റോറിയുടെ ക്വാളിറ്റിയും കൂട്ടിയപ്പോൾ നമുക്കൊരു ന്യൂ കൺസെപ്റ്റാണ് ലഭിക്കുന്നത്.
അത് നല്ല രീതിയിൽ വർക്ക് ആക്കി എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആട് 3 എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പടം ഇഷ്ടപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും OTT കാണാൻ നിൽക്കരുത്, തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. OTT കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. എന്തായാലും എനിക്ക് ഈ ഒരു പടം വർക്കായി. അപ്പോൾ ഈ ഒരു പടം കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.